എഴുത്തുകാരനായ നിരൂപകനായ സജയ് കെ വി നമ്മോടൊപ്പം ചേരുകയാണ്. സജയ് കെ വി, രാത്രിയിൽ നമ്മൾ സംസാരിക്കുകയുണ്ടായി. ഇന്നിപ്പോൾ ഈ ഒരു പ്രഭാതത്തിലേക്ക് നമ്മൾ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ തീർച്ചയായിട്ടും MT ഇല്ലാത്ത ഒരു പുലരിയിലേക്ക് നമ്മൾ എഴുന്നേറ്റിരിക്കുന്നു. അതൊരു യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരികയും ചെയ്യുന്നു. ഈ നിമിഷങ്ങളിൽ എന്തൊക്കെയാണ് മനസ്സിലൂടെ കടന്നു പോകുന്ന വിചാരങ്ങൾ? എൻ്റെ ഒരു MT വായനാനുഭവം തന്നെയാണ് ഈ സമയത്ത് ഞാനിങ്ങനെ ഓർമ്മിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. ഏതാണ്ട് 10 വയസ്സുള്ളപ്പോൾ 5ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന കാലത്താണ് MTയുടെ 2ാം ഊഴം ഒരു വാരികയിൽ ഖണ്ഡശ പ്രസിദ്ധീകരിച്ചു വരുന്നത്. ആ 2ാം ഊഴത്തിന്റെ ഖണ്ഡശയായുള്ള ആഴ്ചതോറുമുള്ള ആകാംക്ഷാപൂർണമായ വായനയിലൂടെയാണ് MT ആദ്യമായി ഒരു 10 വയസ്സുകാരന്റെ ഇളം മനസ്സിലേക്ക് കടന്നു വരികയും അവിടെ ഇടം പിടിക്കുകയും ചെയ്യുന്നത്. പിന്നീട് ഒരു പ്രീ ഡിഗ്രി കാലത്ത് മഞ്ഞ് വായിക്കുന്നു. അതിന്റെ കാവ്യാത്മകതയിൽ അതൊരു വലിയ സൗന്ദര്യ ശിക്ഷണം കൂടിയായിരുന്നു. എന്നെ സംബന്ധിച്ച് വായനയുടെ ഒരു ശിക്ഷണം കൂടിയായിരുന്നു. എങ്ങനെ വാക്കുകളിൽ, ഭാഷയിൽ ശ്രദ്ധയൂന്നിക്കൊണ്ട് കവിത എന്നതുപോലെ ഒരു സാഹിത്യകൃതി, ഒരു ആഖ്യാന ശില്പം വായിച്ചെടുക്കാം എന്നതിനെ സംബന്ധിക്കുന്ന വലിയൊരു പാഠം കൂടിയായി മാറി അത് എന്ന് പിൽക്കാലത്ത് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. MTക്ക് ജ്ഞാനപീഠം കിട്ടുന്ന 1995-ലോ 96-ലോ ഞാൻ ഒരു ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയായിരുന്നു. അങ്ങനെ MTയുടെ ജീവിതത്തിൽ നിർണായകമായ, ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നവതി ആഘോഷത്തിന് വരെ ഒരു വായനക്കാരൻ എന്ന നിലയിൽ വളരെ ദൂരസ്ഥനായി നിന്നുകൊണ്ട് സാക്ഷ്യം വഹിക്കാനുള്ള ഒരു സാംസ്കാരിക ധന്യത മറ്റ് മലയാളികളോടൊപ്പം, മറ്റനേക മലയാളികളോടൊപ്പം എനിക്കും ലഭിച്ചിട്ടുണ്ട്. തുഞ്ചൻപറമ്പിലെ ചില സാംസ്കാരിക പരിപാടികളിലേക്ക് ക്ഷണിക്കപ്പെട്ടു തുടങ്ങിയതിൽ പിന്നീടാണ് കഴിഞ്ഞ ഒരു വ്യാഴവട്ടക്കാലമായി MTയുടെ സാന്നിധ്യം അറിയാൻ തുടങ്ങിയത്. MT അവിടെ ഉണ്ടെന്നറിയാം, പക്ഷെ ഒരിക്കലും നേരിട്ട്, ഒരുപക്ഷെ ഒരു വട്ടം മാത്രമേ നേരിട്ട് കാണാൻ, അദ്ദേഹത്തിന്റെ അരികിൽ ഇരിക്കാൻ, അദ്ദേഹത്തോടൊപ്പം ഒരു ചിത്രത്തിന്റെ ഭാഗമാകാൻ സാധിച്ചിട്ടുള്ളൂ. ആ സമയത്ത് ഒരു വാക്കുപോലും അദ്ദേഹം ഉരിയാടിയിട്ടില്ലെങ്കിൽ ഒരു ഇളം പുഞ്ചിരിയോടുകൂടി എൻ്റെ അരികിൽ ഒരു നിമിഷം ഒരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത MTയെ ഞാൻ ഇപ്പോൾ ഓർമ്മിക്കുന്നു. കൂടാതെ 2-3 വട്ടമെങ്കിലും മറ്റ് സുഹൃത്തുക്കളോടൊപ്പം അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകാൻ ഇടയായിട്ടുണ്ട്. അവസാനത്തെ കൂടിക്കാഴ്ചയിൽ അദ്ദേഹം പതിവിൽ കവിഞ്ഞ് സംസാരിക്കുകയും തന്റെ വാർദ്ധക്യത്തെപ്പറ്റി, വായനയെപ്പറ്റി വളരെ ഉള്ളു തുറന്ന് സംസാരിക്കുകയും ചെയ്തിരുന്നു എന്നും ഓർമ്മിക്കുന്നു. MTയെ സംബന്ധിച്ചിട്ട് ഇനിയുള്ള നാളുകൾ, ഇനിയുള്ള കാലങ്ങൾ, അതൊക്കെ ഏത് രീതിയിൽ തുടർച്ചയുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അക്ഷരങ്ങളിലൂടെയുള്ള തുടർച്ചയുടെ സാധ്യത സജയ് കെ വി. എഴുത്തിൽ ഒരാൾ പുലർത്തേണ്ട സഭ്യത, അന്തസ്സ്, ശ്രദ്ധ, സൂക്ഷ്മത എന്നിവയുടെ ഒരു പാഠശാലയായി MT എക്കാലവും മലയാളിയുടെ വായനയിലും എഴുത്തിലും ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. തൻ്റെ ഗദ്യ രചനകളിൽ, ലേഖനങ്ങളിൽ, ഉപന്യാസങ്ങളിൽ MT പുലർത്തിയിരുന്ന പാരിസ്ഥിതികമായ ജാഗ്രത വീണ്ടും വായനയ്ക്ക് വിധേയമാവുക തന്നെ ചെയ്യും. അതുപോലെ പല കാര്യങ്ങളാൽ ഭ്രഷ്ടരായി പോകുന്ന, ഒറ്റപ്പെട്ടു പോകുന്ന, വൈകാരികമായ മുറിവുകൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന മനുഷ്യർ ഈ ഭൂമിയിലുള്ള കാലത്തോളം MTയുടെ സാഹിത്യം അവരോട് സമ്മതിച്ചുകൊണ്ടേയിരിക്കും. സജയ് കെ വി, നമ്മുടെ ഈ നിമിഷങ്ങളിൽ എഴുത്തുകാർ, മഹാന്മാർ അല്ലെങ്കിൽ ബൃഹത് ആകാരങ്ങൾ എന്നൊക്കെ പറയാവുന്ന എഴുത്തുകാരുടെ ഇല്ലായ്മ വലിയ രീതിയിൽ പ്രകടമാവുന്നു. സുഗതകുമാരി ടീച്ചർ ഇല്ലാത്ത ഒരു കേരളം, അക്കിത്തമില്ലാത്ത ഒരു കേരളം, S ഗുപ്തൻ നായരില്ലാത്തൊരു കേരളം, D വിനേന്ദ്രൻ മാഷില്ലാത്തൊരു കേരളം, അതിൻ്റെ കൂട്ടത്തിൽ അതിനേക്കാളും വലിയ വിടവായിട്ട് MT വാസുദേവൻ നായരുടെ വിടവ് കൂടി വരുന്നു. ഇവിടെ ഞാൻ സുഗതകുമാരിയെക്കുറിച്ച് പറയാൻ കാരണം, MT വാസുദേവൻ നായർ ഒരു പുരുഷനായ എഴുത്തുകാരനാണ്, സുഗതകുമാരി സ്ത്രീയായ എഴുത്തുകാരി. അതിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, MTയേക്കാൾ തുറവിയുള്ള വാക്കുകൾ കൊണ്ട്, പ്രഭാഷണങ്ങൾ കൊണ്ട്, സാമൂഹ്യ പ്രവർത്തനം കൊണ്ട് നിറഞ്ഞു നിന്ന, പൊതുസമൂഹത്തിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വമായിരുന്നു സുഗതകുമാരി. സൈലന്റ് വാലി പ്രക്ഷോഭ കാലഘട്ടത്തിൽ MT വാസുദേവൻ നായരെ കൂടി ആ പാരിസ്ഥിതിക സമരത്തിൽ പങ്കാളിയാക്കാൻ വേണ്ടി നിരന്തരം ശ്രമിച്ച സുഗതകുമാരി പരാജയപ്പെടുകയും അവസാനം സുഗതകുമാരിയുടെ നിർബന്ധത്തിന് വഴങ്ങി MT ഒരു തെരുവിലൂടെയുള്ളൊരു പ്രകടനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ഈ സുഗതയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് താല്പര്യമില്ലാത്തതുപോലെയാണ് അദ്ദേഹം വന്നത്. പക്ഷേ സുഗതകുമാരി ടീച്ചർ പറയുന്നുണ്ട്, ആ വിഷയത്തോട് താല്പര്യക്കുറവല്ല,
അങ്ങനെ പൊതു ഇടത്തിൽ ആൾക്കൂട്ടത്തിൽ വന്ന് നിരന്തരം സംസാരിക്കുന്ന ഒരു പ്രത്യക്ഷ ആക്ടിവിസ്റ്റിൻ്റെ മനോഘടന ആയിരുന്നില്ല MTയുടേത്. ഈ ഒരു പ്രകൃതത്തെ എങ്ങനെയാണ് സജയ് കെ വി കാണുന്നത്? MTയുടെ രാഷ്ട്രീയം വളരെ വ്യക്തിഗതമായിരുന്നു. വ്യക്തിയിലൂടെ ആവിഷ്കരിക്കപ്പെടുന്ന സൂക്ഷ്മ രാഷ്ട്രീയമായിരുന്നു MTയുടെ എക്കാലത്തെയും രാഷ്ട്രീയം. MT തന്റെ നിളയെക്കുറിച്ച്, വറുതി ബാധിക്കുന്ന നിളയെക്കുറിച്ച് എഴുതിക്കൊണ്ട്, തന്റെ ഗ്രാമത്തിന് വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് എഴുതിക്കൊണ്ട്, കണ്ണാന്തളിപ്പൂക്കളെ കുറിച്ച് എഴുതിക്കൊണ്ട്, പരിസ്ഥിതിയുടെ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തെ, കുറ്റിപ്പുറം പാലം എഴുതിയ ഇടശ്ശേരിയോടുള്ള എല്ലാ ആദരാഭിമുഖ്യങ്ങളോടും കൂടി തനതായ രീതിയിൽ, സഹജമായ രീതിയിൽ, മൗലികമായ രീതിയിൽ ആവിഷ്കരിക്കുക തന്നെയായിരുന്നു MT. ഒരിക്കലും വാചാലമായ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളുടെ എഴുത്തുകാരനായിരുന്നില്ല MT. അത് ഒരുതരം വ്യക്തിവൽക്കരിക്കപ്പെട്ട, ആത്മസാൽക്കരിക്കപ്പെട്ട സൂക്ഷ്മ രാഷ്ട്രീയമായിരുന്നു. അത്തരം രാഷ്ട്രീയം എക്കാലത്തും, വിശപ്പിന്റെ രാഷ്ട്രീയം, കർക്കിടകം പോലെ ഒരു കഥ എഴുതിയ കണ്ണാന്തളിപ്പൂക്കളുടെ കാലം എന്ന ലേഖനത്തിൽ MT പറയുന്നുണ്ട്. ഓണക്കാലത്താണല്ലോ ആ പൂക്കൾ വിരിയുക. അത് പൂക്കളെ കുറിച്ചുള്ള, ഓണത്തെ കുറിച്ചുള്ള ഒരു ഗൃഹാതുര സ്മരണയല്ല, മറിച്ച് ഓണത്തിന് വയറ് നിറച്ച് ഉണ്ണാമെന്ന, പുത്തരിയുടെ ചോറുണ്ണാമെന്ന പ്രതീക്ഷയിൽ കഴിയുന്ന ഒരു കുട്ടിയുടെ, പട്ടിണിക്കാരനായ, പ്രാരബ്ധക്കാരനായ ഒരു കുട്ടിയുടെ ഓണക്കാലത്തെ കുറിച്ചുള്ള ഓർമ്മയെഴുത്ത് കൂടിയാണ്. ആ ലേഖനത്തിൽ MT എഴുതുന്ന വളരെ ശ്രദ്ധേയമായൊരു വാക്യമുണ്ട്. കണ്ണാന്തളിപ്പൂക്കളുടെ നിറവും ഗന്ധവുമായിരുന്നു പൊന്നല്ലരിയുടെ ചോറിന് എന്ന്. ഇങ്ങനെ പൂക്കളെയും വിശപ്പിനെയും ഒരു ത്രാസിന്റെ രണ്ട് തട്ടുകളിലായി സ്ഥാപിക്കുന്ന ഒരു തരം സന്തുലനം MTയുടെ കാൽപ്പനിക ഭാവുകത്വത്തിന്റെ ഭാഗമായിരുന്നു, അഥവാ അതിന്റെ ആധാരശില തന്നെയായിരുന്നു. ഇത് നമ്മൾ ഇനി ഊന്നി പറയേണ്ട ഒരു വസ്തുതയാണ്. വിശപ്പിന്റെ, ഏകാന്തതയുടെ, ഭ്രഷ്ടതയുടെ, തിരസ്കാരത്തിന്റെ, തിരസ്കൃതത്വത്തിന്റെ എഴുത്തുകാരനായിരുന്നു MT. അതിന്റെ രാഷ്ട്രീയം, അതിന്റെ സൂക്ഷ്മ രാഷ്ട്രീയം കൂടി കണക്കിലെടുത്തുകൊണ്ട് വീണ്ടും വീണ്ടും ഉന്നയിക്കപ്പെടേണ്ട ഒരു വസ്തുതയാണ് ഇത്. MTയുടെ എഴുത്തിന്റെ സൂക്ഷ്മ ലീന രാഷ്ട്രീയം. ആ സൂക്ഷ്മ രാഷ്ട്രീയത്തിൻ്റെ പ്രകടനമാണോ, സ്വയം അറിയാതെയുള്ള പ്രകടനമാണോ MTയുടെ മുഖത്ത് ഒരിക്കൽ പോലും വിടരാത്ത പൊട്ടിച്ചിരിയെക്കുറിച്ച് പറയേണ്ടി വരുന്നത്? ഇപ്പോൾ സജയ് തന്നെ ഒരു ചെറുപുഞ്ചിരി എന്നുള്ള വാക്ക് ഉപയോഗിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഒരിക്കൽ പോലും വലിയ രീതിയിൽ ചിരിച്ച്, പല്ലുകൾ കാണിച്ചിട്ടുള്ള ചിരിക്കുന്ന MTയുടെ ഫോട്ടോകൾ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇനി അഥവാ ചിരിക്കുന്നുണ്ടെങ്കിൽ അതൊരു പുഞ്ചിരിയാണോ അല്ലയോ, മൊണാലിസയുടെ ചിരിയാണോ എന്നൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കേണ്ടി വരും. പലപ്പോഴും നമ്മൾ MT ചിരിച്ചു എന്ന് തെറ്റിദ്ധരിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഇടത്തെ കയ്യിൽ ചെറുവിരൽ ഉണ്ടായിരുന്ന ബീഡിക്കും ചുണ്ടിൻ്റെ ഇടതുഭാഗത്തിനും ഇടയിലുണ്ടാവുന്ന ചെറിയൊരു ഏങ്കോണിപ്പിനെ ചിരി എന്ന് തെറ്റിദ്ധരിക്കുന്ന രീതിയിലേക്ക് വരികയും ചെയ്തു. ഈ ആത്മനിന്ദയുടേതടക്കമുള്ള വലിയ എഴുത്തിൻ്റെ ഒരു ലോകമുള്ളതുകൊണ്ട് കൂടിയാണോ അങ്ങനെ ഒരു പ്രകാശമാനമായ പുഞ്ചിരിയൊന്നും വരാത്തത് MTയെ സംബന്ധിച്ചിട്ട്? താൻ സംതൃപ്തനല്ല. ഈ ലോകക്രമത്തിൽ എല്ലാ ഭൗതിക സൗഭാഗ്യങ്ങളുടെ ലഭ്യതയാലോ അലഭ്യതയാലോ തൃപ്തിപ്പെടാനാവാത്ത വിധം അസംതൃപ്തി നിറഞ്ഞതാണ് ഈ ലോകക്രമം എന്ന സൂക്ഷ്മ ബോധ്യത്താൽ, അഗാധമായ ജീവിത ബോധത്താലാവണം MT അധികമൊന്നും ചിരിക്കാത്ത, തെളിഞ്ഞോ തുറന്നോ ചിരിക്കാത്ത ഒരു മനുഷ്യനായി, എഴുത്തുകാരനായി, വ്യക്തിയായി മാറിയത് എന്നാണ് എൻ്റെ വിശ്വാസം. തന്നെ പ്രീതിപ്പെടുത്തുന്ന, പൂർണ്ണ തൃപ്തനാക്കുന്ന ഒന്നല്ല ഈ ലോകവും ലോക ജീവിതവും എന്ന ദാർശനികമായ ആഴത്തിൽ നിന്നാണ് ആ ചിരിയുടെ അഭാവം വരുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. സജയ് KV ഇന്ന് എഴുതിയ ഓർമ്മക്കുറിപ്പിൽ ഞാൻ മനസ്സിലാക്കുന്നത്, സജയ് അടക്കം ഒരുപക്ഷെ ഇക്കാലത്തെ ഈ തലമുറയിൽപ്പെട്ടവരും ഈ ഒപ്പം തന്നെ സാധാരണ ഏത് വ്യക്തിയും രണ്ടാമൂഴത്തിലെ ഭീമൻ അടക്കമുള്ള കഥാപാത്രങ്ങളുടെ മുകളിൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള മന്ദൻ എന്ന പ്രയോഗം, എടാ മന്ദ എന്ന് ക്ലാസ് മുറിയിൽ വെച്ചോ അല്ലെങ്കിൽ അച്ഛനമ്മമാരാലോ ബന്ധുക്കളാലോ ഒക്കെ പരിഹസിക്കപ്പെട്ടിട്ടുള്ള ഏകാഗികളായ പുരുഷന്മാരുടെ ഒരു മനസ്സ് MT ഭീമനിൽ മാത്രമാണോ ആരോപിക്കുന്നത്, തന്നിൽ തന്നെ ആരോപിക്കപ്പെടുകയായിരുന്നു? എങ്ങനെയാണ് ആ മന്ദൻ എന്ന പ്രയോഗത്തെ കാണുന്നത്? തന്നിൽ നിന്ന് ഖനിച്ചെടുത്ത കഥകളും കഥാപാത്രങ്ങളുമായിരുന്നു MTയുടെ. MTയുടെ ഏറ്റവും വലിയ അസംസ്കൃത വസ്തു MT തന്നെയായിരുന്നു.
എം ടിയുടെ ജീവിത പരിസരങ്ങൾ തന്നെയായിരുന്നു, ദേശമായിരുന്നു, തൻ്റെ തന്നെ ആന്തരിക ലോകമായിരുന്നു എന്നതാണ് എം ടി എൻ കാൽപ്പനികതയുടെ ഏറ്റവും വലിയ സവിശേഷത. ആ അർത്ഥത്തിൽ ഭീമസേനൻ തൊട്ട് ഭീമസേനൻ വരെ എന്നും വേണമെങ്കിൽ പറയാം. ആദ്യകാല കഥകളിലെ ഏകാകികൾ തൊട്ട്, കാലം എന്ന നോവലിലെ സേതുവോ, നാലുകെട്ടിലെ അപ്പുണ്ണിയോ, വിമലയോ തൊട്ട്, അല്ലെങ്കിൽ അസുരവിത്തിലെ ഗോവിന്ദൻകുട്ടിയോ തൊട്ട് ഭീമസേനനിൽ വരെ എന്ന് പറയാനാവില്ല. അതിനുശേഷം വന്ന വാരണാസി എന്ന അതിപ്രധാനമായ നോവലിലെ സുധാകരനിൽ വരെ ഇത്തരത്തിൽ കയ്പ് കൊണ്ട് കാഞ്ഞിര പ്രതിമകളായി സ്വയം രൂപപ്പെട്ട കഥാപാത്രങ്ങളെ കാണാം. ഈ കയ്പ് എം ടിയുടെ അടിസ്ഥാന രസമായിരുന്നു. ആ അടിസ്ഥാന രസത്തിന്റെ തിക്തതകളെ പല കഥാപാത്ര രൂപകങ്ങളായി പലമപ്പെടുത്തുകയായിരുന്നു എം ടി എന്ന മഹാസാഹിത്യകാരൻ.